CPM പാർട്ടി കോൺഗ്രസിൽ സ്വയം വിമർശനവുമായി കേരള ഘടകം. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണ്. പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ഗുരുതരമാണ്. പാർട്ടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നില്ലെന്നും ഭൂപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വിമർശനമുണ്ട്. വി അരുൺ ചേരുന്നു. അരുൺ, PK ബിജു അടക്കമുള്ളവർ ഇത്തരമൊരു വാക്ക് സൂചിപ്പിച്ചു, പരാമർശം നടത്തി എന്നതാണല്ലോ വരുന്ന വാർത്തകൾ. എന്താണ് കേരളത്തിൽ നിന്നും ഒരു അസാധാരണ നീക്കമാണോ ഇത്തരത്തിലുണ്ടാവുന്നത്? കാരണം കേരളത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം പാർട്ടി കോൺഗ്രസിൽ അത്തരമൊരു പരാമർശം ഉണ്ടായി എന്നതിൽ ഒരു പ്രത്യേകതയില്ലേ? CPM-ന്റെ സംഘടനാ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് PK ബിജു ഇത്തരമൊരു വിമർശനവും സ്വയവിമർശവുമായ വിമർശനാത്മകമായ പ്രസംഗം നടത്തിയത്. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണത്. കേരള ഘടകത്തിന്റെ കാര്യം അല്ല ബിജു സൂചിപ്പിച്ചത്. പാർട്ടി ദേശീയ തലത്തിലുള്ള ഒരു സൂചന നൽകുകയായിരുന്നു. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണ്, കൊഴിഞ്ഞുപോക്ക് ഗുരുതരമാണ്, പല സംസ്ഥാനങ്ങളിലും അംഗത്വം കുറയുന്നു, കേരളത്തിൽ ഉൾപ്പെടെ അംഗത്വം കുറയുന്നുവെന്ന് ബിജു പറയുന്നു. അത് മാത്രമാണ് കേരളത്തെ ആ രീതിയിൽ നേരിട്ട് ബാധിക്കുന്ന കാര്യം. കേരളത്തിൽ അംഗത്വം കുറയുമെന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് അംഗത്വത്തിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടെന്ന് CPM-ന്റെ സംഘടനാ റിപ്പോർട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ബിജു ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് പാർട്ടിയിൽ അംഗത്വം കുറയുന്നുണ്ട്, പുതിയ അംഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ അംഗങ്ങളായി നിൽക്കുന്നവർ പിന്നീട് തുടരുന്നില്ല, അല്ലെങ്കിൽ പുതിയ അംഗത്വം നൽകുമ്പോൾ അതേ കണക്കിൽ തന്നെ കൊഴിഞ്ഞുപോക്കും പാർട്ടി അംഗത്വം ഉണ്ടാകുന്നുവെന്ന് ബിജു പറയുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ പോലും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അംഗത്വം ഇല്ലാത്തത് കൊണ്ടാണ് കമ്മിറ്റികളുടെ പ്രവർത്തനം നേരാതെ നടക്കാത്തത്. CPM-ന്റെ ഘടന അനുസരിച്ച് ബ്രാഞ്ച് കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയും എന്ന രീതിയിലാണ് പാർട്ടി സംഘടന പോകേണ്ടത്. പക്ഷേ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ലോക്കൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നില്ല. ബ്രാഞ്ച് കഴിഞ്ഞാൽ പിന്നീട് ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തിക്കുക. അത് ഈ അംഗത്വമില്ലാത്തത് തന്നെയാണ് ഒരു പ്രശ്നം. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകൂ. പാർട്ടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല. സമരങ്ങൾ നടത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്, പക്ഷേ അത് പലപ്പോഴും ജനകീയ വിഷയങ്ങളാകുന്നില്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുമാകുന്നില്ല. ഭൂപ്രശ്നങ്ങളിൽ നേരത്തെ നിരന്തരം ഇടപെട്ട് ചരിത്രപരമായ പല തീരുമാനങ്ങളും തിരുത്തലുകളും വരുത്തിയ പാർട്ടിയാണ് CPM. അത്തരം ഭൂപ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ CPM ഇപ്പോൾ കഴിയുന്നില്ല എന്ന വിമർശനവും PK ബിജു ഈ സംഘടനാ റിപ്പോർട്ടിനുള്ള ചർച്ചയിൽ മുന്നോട്ട് വച്ചു. ഇത്തരം പരാധീനതകൾ, പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണം എന്ന് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് ഉയരുന്ന പൊതുവികാരം. പാർട്ടിയുടെ ഇടത് ജനാധിപത്യ മതേതര ഐക്യം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പാർട്ടിയുടെ അടിത്തറയും വർദ്ധിപ്പിക്കണം, നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണം. അതാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അത് ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ എന്ന ചോദ്യമാണ് പൊതുവിൽ ഈ സംഘടനാ ചർച്ചയിലും ഉയർന്നു വരുന്നത്. CPM പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്വയം വിമർശനമുണ്ടാകുന്നു. പാർട്ടിയുടെ അടിത്തട്ടിൽ ദുർബലമായ സംഘടനാ സംവിധാനം, വലിയ കൊഴിഞ്ഞുപോക്ക്, മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊഴിഞ്ഞുപോക്ക്, ഒപ്പം പുതിയ അംഗങ്ങൾ വരുന്നതിൽ ദുർബലാവസ്ഥ, ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നതാണ് സാഹചര്യം.